ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീജിയാസ് വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ താമസിക്കുന്ന നാടായ മാലദ്വീപിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന 2000-ലേറെ വരുന്ന കൊച്ചു ദ്വീപുകളുടെ ഒരു സമൂഹമാണ് റിപ്പബ്ലിക് ഓഫ് മാൽദീവ്സ്. അതിന്റെ തലസ്ഥാനമായ മാലിയിലാണ് ഞാൻ താമസിക്കുന്നത്. 2000-ലേറെ കൊച്ചു ദ്വീപുകൾ ഉണ്ടെങ്കിൽ തന്നെയും 230 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. അതിന്റെ കിഴക്ക് ഭാഗത്ത് ശ്രീലങ്കയും പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യയുമാണ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന സിംഹള ഭാഷയുമായി സാദൃശ്യമുള്ള ദിവേഹിയാണ് ഇവരുടെ സംസാര ഭാഷ. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ മാലദ്വീപ്സിനെ പോർച്ചുഗീസും ഡച്ചും ബ്രിട്ടീഷുകാരും കോളനൈസ് ചെയ്തിരുന്നു. എങ്കിലും ഏറ്റവും കൂടുതൽ കാലം സുൽത്താനേറ്റ് വംശജരായിരുന്നു ഇവിടെ ഭരണം നടത്തിയിരുന്നത്. ഓരോ ദ്വീപുകളിലേക്കുമുള്ള യാത്ര ഫെറി, സ്പീഡ് ബോട്ട്, സീപ്ലെയിൻ എന്നിവയെ ആശ്രയിച്ചാണ്. ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമായതിനാൽ തന്നെ ഇന്ത്യയുമായി നല്ല സൗഹൃദ ബന്ധത്തിലാണ് മാലദ്വീപ്. വിനിമയ മാർഗത്തിനായി റുഫിയയും ഡോളറും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ലോക്കൽ കറൻസി മാൽദീവിയൻ റുഫിയാണ്. പ്രസിഡൻഷ്യൽ റൂളിംഗ് സിസ്റ്റമാണ് മാൽദീവ്സിൽ നിലനിൽക്കുന്നത്. നിലവിലെ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൂയിസ്. മാലദ്വീപിന്റെ പ്രധാന വരുമാന സ്രോതസ് ടൂറിസവും മത്സ്യബന്ധനവുമാണ്. വാട്ടർ ആക്ടിവിറ്റീസിനും ഹണിമൂൺ ട്രിപ്പിനും പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് മാലദ്വീപ്. ഫോറിനേഴ്സിന് ലീസ് ഹോൾഡ് ബേസിസിൽ മാൽദീവ്സിൽ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാവുന്നതാണ്. 230 ദ്വീപുകളിലാണ് ജനവാസമുള്ളതെങ്കിലും അതിൽ കൂടുതലും റിസോർട്ടുകളാണ്. റിസോർട്ട്, ഹെൽത്ത്, ടീച്ചിങ് എന്നീ മേഖലകളിൽ മാൽദീവ്സിൽ ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ട്. അതിമനോഹരമായ പവിഴപ്പുറ്റുകളും സൗന്ദര്യം തുളുമ്പുന്ന ദ്വീപുകളുമാണ് സഞ്ചാരികളെ മാൽദീവ്സിലേക്ക് ആകർഷിക്കുന്നത്. മാലദ്വീപ്സിലെ ഇന്റർനാഷണൽ എയർപോർട്ടുകളിൽ ഒന്ന് തലസ്ഥാന നഗരിയായ മാലിയിലും മറ്റൊന്ന് സൗത്ത് മാലി അറ്റോൾ അഡുവിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. മാലദ്വീപ്സിലെ റിസോഴ്സസ് ആയ ജലം, മണ്ണ്, ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവ കൃഷിക്ക് അനുയോജ്യമല്ലാത്തതിനാൽ പുറം രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ചാണ് മാലദ്വീപ്സുകാർ ജീവിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ ലിവിംഗ് എക്സ്പെൻസസ് വളരെ കൂടുതലാണ്. കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെയും ടെക്നോളജിയിലെയും വളർച്ചയാണ് മാലദ്വീപ്സിന്റെ ടൂറിസം മേഖലയെ വൻ കുതിപ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മാലദ്വീപ്സ് സഞ്ചാരികളുടെ ഇടയിൽ ടൂറിസം മേഖലയിൽ തന്റേതായ ഒരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. മാലദ്വീപ്സ് എന്ന ഈ കൊച്ചു ദ്വീപിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.